Hi friends, welcome to Style Vlogs. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചിക്കൻ്റെ ഒരു വെറൈറ്റി റെസിപ്പിയാണ് കടായി ചിക്കൻ. ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വേറൊരു കാര്യം, ഇതിൽ ഈ ചിക്കന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു മസാല ഉണ്ട്, കടായി മസാല. അത് നമ്മൾ അവസാനമാണ് ചേർക്കുന്നത്. അത് ചേർക്കുന്നതിനും പൊടിക്കുന്നതിനും ഒക്കെ ഒരു പ്രത്യേക രീതിയുണ്ട്. അപ്പോൾ മാത്രമാണ് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ദയവേത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. കടായി ചിക്കന് വേണ്ടി ആദ്യം നമുക്ക് ചിക്കനിൽ പുരട്ടി വെക്കാനുള്ള ഒരു മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അടുത്തതായിട്ട് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. വല്ലാതെ അങ്ങ് പേസ്റ്റ് ആയി പോകണ്ട, അത് ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പാണ്. അതുകൂടി ചേർത്തിട്ട് ഈ മസാല കൈകൊണ്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാ നമ്മൾ മസാല കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ചിക്കനും കൂടി ചേർത്തിട്ട് ഈ മസാല ചിക്കനിലേക്ക് നന്നായിട്ട് പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിതവിടെ ഒരു പാനിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഓരോ സൈഡും 5 മിനിറ്റ് വീതം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോ സൈഡും 5 മിനിറ്റ് വീതം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ടോട്ടൽ ഒരു 10 മിനിറ്റ്. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം അടുത്ത സൈഡ് കൂടി ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ 2 ഭാഗവും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മുഴുവൻ ചിക്കൻ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ സവാളയും ക്യാപ്സിക്കും ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു വലിയ സവാളേൻ്റെ പകുതി ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 3 കളർ ക്യാപ്സിക്കവും ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 3 കളർ ക്യാപ്സിക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 1 കളർ ക്യാപ്സിക്കം യൂസ് ചെയ്താലും മതി. 3 കളറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓരോ ക്യാപ്സിക്കും ഒരു 1/4 ഭാഗം വീതം എടുത്താൽ മതി. അതല്ല ഒരു ഒറ്റ കളറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ക്യാപ്സിക്കം മുഴുവനായിട്ട് എടുക്കുക. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള അതേ എണ്ണയിലേക്ക് തന്നെ ഈ ഉള്ളിയും ക്യാപ്സിക്കവും ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ക്യാപ്സിക്കം ഉള്ളിയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മുഴുവനും ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കടായി ചിക്കന് വേണ്ട ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി പാനിൽ ഓയിൽ ചൂടായിട്ടുണ്ട്. ഞാൻ എക്സ്ട്രാ ഓയിലൊന്നും ചേർത്തിട്ടില്ല. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും അതുപോലെ ഒരു പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതുപോലെ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യരുത്. നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഞാനിവിടെ ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. വല്ലാതെ അങ്ങ് പേസ്റ്റ് ആയിട്ടില്ല, അത് ചേർക്കാം. അത് ചേർത്തിട്ട് ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. അതായത് അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു ചെറിയ തക്കാളി, നന്നായിട്ട് പഴുത്ത തക്കാളിയാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ തക്കാളി നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ട നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പൊടികളാണ്. ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ആദ്യം ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം.
അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സാധാരണ മുളക് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കളറിന് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി എടുക്കാം. അങ്ങനെ കാശ്മീരി മുളക് പൊടി എടുക്കുകയാണെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ വരെയൊക്കെ എടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പൊടികളെല്ലാം ചേർത്തിട്ട് ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതായത് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും. ആ സമയം വരെ വഴറ്റിയെടുക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഗരം മസാലയാണ്. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഗരം മസാല ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ പെട്ടെന്ന് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഗരം മസാല അവസാനം ചേർക്കുന്നത്. ഗരം മസാല ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. ഗരം മസാല നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ചിക്കനാണ്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള 1/2 കിലോ ചിക്കൻ. അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ ഇതേപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ഉള്ളിയും ക്യാപ്സിക്കുമാണ്. അതുകൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാല ചിക്കനിലേക്കും ക്യാപ്സിക്കത്തിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് വരെ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മസാലയൊക്കെ ചിക്കനിലേക്ക് ക്യാപ്സിക്കത്തിലേക്കൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് വെള്ളമാണ്. ഞാനിവിടെ ഒരു 200 ml ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മുതൽ 15 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി. കാരണം ആദ്യം നമ്മൾ 5-5 മിനിറ്റ് വീതം 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതുപോലെ ഞാനിപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല. കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഉള്ളി വാട്ടുമ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട കടായി ചിക്കൻ മസാല തയ്യാറാക്കിയെടുക്കുക. അതാണ് നമ്മുടെ ഈ കടായി ചിക്കന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബേ ലീഫിൻ്റെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ചെറിയ കഷ്ണം പട്ട, 1 ഗ്രാമ്പു, 2 ഏലക്ക, 1/2 ടേബിൾ സ്പൂൺ മല്ലി, 3 വറ്റൽമുളക്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ. എൻ്റെ അടുത്തുള്ളത് ഇപ്പോൾ വറുത്ത മല്ലി ആയതുകൊണ്ട് തന്നെ ഞാൻ മല്ലി ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ചേർത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. അതിനുശേഷം മല്ലി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുള്ളൂ. ഇനി നിങ്ങളുടെ അടുത്ത് വറുക്കാത്ത മല്ലി ആണെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ചേർത്തിട്ട് വറുത്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം പാൻ വെക്കാൻ. ഫ്ലെയിം അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ മസാല കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ മല്ലി ചേർക്കുന്നുണ്ട്. മല്ലി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, വറുത്ത മല്ലി ആയതുകൊണ്ട്. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫൈനായിട്ട് പൊടിഞ്ഞു പോകരുത്. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്സിയുടെ പൾസ് മോഡിലിട്ട് പൊടിച്ചെടുത്താൽ മതി. അതുപോലെ ഇതേ ക്വാണ്ടിറ്റി തന്നെ എടുക്കണം. കാരണം എന്താ വെച്ചാൽ കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് അളവാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ 1/2 കിലോ ചിക്കന് ഇതേ രീതിയിൽ മസാല എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതങ്ങണ്ട തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതൊരു സെമി ഗ്രേവി ആയിട്ടുള്ള ചിക്കനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിക്നെസ്സിൽ എടുത്താൽ മതി. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ഈ കടായി ചിക്കൻ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്ന കടായി ചിക്കൻ മസാലയാണ്. ഞാനിവിടെ നമ്മൾ പൊടിച്ച് വെച്ചതിന് ഒരു 1.5 ടീസ്പൂൺ കടായി ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നല്ല തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്. കണ്ട നമ്മുടെ ഈ മസാല ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. ഈ ഡിഷിൻ്റെ ടേസ്റ്റ് തന്നെ ഈ മസാലയാണ്. അതുകൊണ്ട് തന്നെ ഈ മസാല നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോഴും പൊടിച്ചെടുക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. ഞാനിവിടെ ഒരു 4 തണ്ട് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ എടുക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് കറി ഒന്ന് തണുക്കുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് കുറുകും. അതുകൊണ്ട് തന്നെ ഈ ഒരു തിക്നെസ്സിൽ എടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള കടായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് പറയുക. അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.